ഓസ്ട്രേലിയയിൽ ബിഗ് ഫോറിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പഠിച്ച വലിയൊരു പാഠം എന്താണെന്നറിയോ? ഒരു ദിവസം ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇൻഡയറക്ട്ലി നിങ്ങൾ വീക്കെൻഡ്സ് കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറാണോ? ബിക്കോസ് ഭയങ്കര ഒരു എന്താ പറയുക ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. വർക്ക് ഭയങ്കര കൂടുതലാണ് എന്നൊക്കെ പറയണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് കാശ് തരാമെങ്കിൽ ജോലി ചെയ്യാം എന്നുണ്ട്. പക്ഷേ ഞാനൊന്നും ഒരിക്കലും അത് പറയില്ല. പക്ഷേ എൻ്റെ അടുത്തിരുന്ന ആൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, ഞാൻ റെഡിയാണ്, പക്ഷേ ഒൺലി ഇഫ് യു പേ ഓവർ ടൈം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അപ്പുറത്തിരുന്ന വേറൊരു മാനേജറുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, അതെ സംസാരിച്ച് നോക്കാം, നമുക്ക് ഓവർ ടൈമിൻ്റെ കാര്യം നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരി പറഞ്ഞു, ഞാനൊരിക്കൽ ഇതുപോലെ എൻ്റെ ഓഫ് ഡേയ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വളരെ പീക്ക് ടൈമിൽ. ആ സമയത്ത് ഇവരെനിക്ക് ഓവർ ടൈം പേ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടപ്പുറത്തിരുന്ന വേറൊരു മാനേജറെ അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, സീരിയസ്ലി ഞാനും അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കിവർ പേ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ പേ ചെയ്ത പുള്ളിക്കാരി പറഞ്ഞു, നീ ചോദിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല ഞാൻ ചോദിച്ചില്ല. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ പറയണം. അവർ രണ്ടുപേരും ചെയ്ത ഒരു കാര്യമാണ്, അവർക്ക് ജോലി ചെയ്യേണ്ടാത്ത ദിവസങ്ങളിൽ അവർ രണ്ടുപേരും എക്സ്ട്രാ വർക്ക് ചെയ്തു. പക്ഷെ ഒരാൾക്ക് പേ ചെയ്തു, മറ്റേ ആൾക്ക് പേ ചെയ്തില്ല. രണ്ടുപേരും മാനേജർ പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. പക്ഷെ എന്താ, ഒരാൾ ചോദിച്ചു, മറ്റേ ആൾ ചോദിച്ചില്ല. നിങ്ങളെ സ്വയം മാർക്കറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങളോട് അവർ ഓവർ ടൈം വർക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ സാലറി ചോദിക്കണം, ഇല്ലെങ്കിൽ അവർ തരില്ല.